എല്ലാവർക്കും റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. നമ്മൾ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള ക്രിസ്പി ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ അത് സാധാ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ടാണ് വരുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറ് കിട്ടുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ പൊടിച്ചത് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കറക്റ്റ് അളവാണ്. ചില ഗോതമ്പ് പൊടിയുടെ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് 1-2 സ്പൂണൊക്കെ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിട്ട് വരാമെന്ന് മാത്രം. ഞാനിവിടെ കറക്റ്റ് 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായി തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മാവ് വിട്ട് വരുന്ന രീതിയിലാണ് വേണ്ടത്. തീരെ അങ്ങ് ലൂസായിട്ട് പോവരുത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നല്ല മുരിഞ്ഞ ദോശ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ല് ചൂടാവാനായിട്ട് വെച്ചിരുന്നു. ദോശക്കല്ല് നന്നായി ചൂടായ ശേഷം തീ ഒന്ന് കുറച്ചിടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കണം. ഇനി വേണം നമുക്കൊരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ പ്രത്യേകിച്ച് എണ്ണയൊന്നും ഈ സമയത്ത് തടവേണ്ട കാര്യമില്ല. ഒരു തവി മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ദോശ നന്നായി തന്നെ പരത്തി കഴിഞ്ഞാൽ തീ ഹൈ ഫ്ലെയിമിൽ തീ നന്നായി തന്നെ കൂട്ടിയിട്ടിട്ട് വേണം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് തീ നന്നായിട്ട് കൂട്ടിയിടാം. അപ്പോൾ ആ ദോശ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നെയ്യ് ഒഴിക്കണമെന്നൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ആകുമ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെടും. അപ്പം നല്ലൊരു നെയ്യ് ദോശയായിട്ട് നമുക്ക് കിട്ടും. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ തീ നന്നായിട്ട് വീണ്ടും കുറച്ചിടണം. തീ കുറച്ചിട്ട ശേഷം വേണം ഇതിന് എത്രത്തോളം ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് വേണം അതുപോലെ ക്രിസ്പി ആക്കി എടുക്കാനായിട്ട്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും, മുകൾ ഭാഗം ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഈ ഒരു രീതിയിൽ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മുരിച്ചെടുക്കണം അതുപോലെ മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ അതാ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മുരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ട് മുരിച്ചെടുക്കാം. അടുത്ത ദോശ ചുട്ടെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ തീ നന്നായി കുറച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഇതുപോലെ വെള്ളം തെളിച്ചിട്ട് വേണം മാവ് പരത്തി കൊടുക്കാൻ. മാവ് പരത്തിയ ശേഷം നമ്മൾ തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ ഒരു മുകൾ ഭാഗം ഡ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നീട് തീ കുറച്ചിട്ടിട്ട് വേണം ഇതുപോലെ മുരിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ നമുക്ക് നെയ്യ് ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. കൂട്ടുകാരെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം കേട്ടോ. താങ്ക്